തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം? ചെമ്മാട് തോമ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ. വാർത്തകൾ വിശദമായി. പ്രിയ ഗുരുവിനെ തേടി 33 വർഷത്തിനു ശേഷം ഓണസമ്മാനവുമായി പുനഃസംഗമവുമായി അവരെത്തി. ഇന്നിവർക്ക് പ്രായം 50 കഴിഞ്ഞെങ്കിലും പഴയകാല ഓർമ്മകൾ ചികഞ്ഞെടുത്ത് പ്രിയ ഗുരുവിനെ പരതുകയായിരുന്നു അവർ. ഒടുവിൽ പൂർവ്വ അധ്യാപകനെയും കണ്ടെത്തി അത് കൂടിച്ചേരലേക്ക് എത്തിയപ്പോൾ അതൊരു അപൂർവ നിമിഷമായി മാറി. ഒപ്പം മറക്കാനാവാത്ത ഒരു പിടി നല്ല ഓർമ്മകൾ സമ്മാനിച്ച ഒരു ദിനവും. 1992 തൃശ്ശൂർ ജില്ലാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് കേന്ദ്രത്തിലെ അധ്യാപക വിദ്യാർത്ഥികളായിരുന്നു ഇവർ. അധ്യാപക പരിശീലന കളരിക്ക് നേതൃത്വം നൽകിയ പ്രിയ ലെക്ചറർ ജോർജ് ജോസഫ് സാറിനെ 33 വർഷം മുമ്പ് കണ്ട് പിരിഞ്ഞതാണ്. പിന്നീട് നടന്ന പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമത്തിലും അദ്ദേഹത്തെ ഇവർക്ക് കാണാനായില്ല. അദ്ദേഹം അന്ന് കാനഡയിലായിരുന്നു. അപ്രതീക്ഷിതമായി തൃശ്ശൂർ ഡയറ്റിൽ നിന്നും വിരമിച്ച പ്രിൻസിപ്പൽ ഡോക്ടർ അബ്ബാസ് അലിയാണ് ജോസഫ് സാറ് നാട്ടിലുണ്ടെന്ന വിവരം ഇവരെ അറിയിച്ചത്. ഇതുപ്രകാരം അദ്ദേഹവുമായി ബന്ധപ്പെട്ടാണ് പുനഃസംഗമം സാധ്യമായത്. പഠിപ്പിച്ച കുട്ടികൾ കാണാമെന്ന് പറയുന്നതിനേക്കാൾ ഒരു അധ്യാപകന് സന്തോഷം തരുന്നത് എന്താണ്? അവരോട് എപ്പോഴാണ് പറ്റുന്നത്? അപ്പോൾ വരാൻ പറയൂ, ഞാനും ഭാര്യയും ഒക്ടോബറിൽ വീണ്ടും കാനഡയിലേക്ക് പോകും എന്നായിരുന്നു പഴയ മക്കൾ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചതോടെ അദ്ദേഹത്തിൻ്റെ മറുപടി. ഈ സന്ദേശം ലഭിച്ചതോടെ 1992-94 TTC ബാച്ച് കൂട്ടായ്മ ചർച്ച ചെയ്താണ് അദ്ദേഹത്തിൻ്റെ വീടായ കോഴിക്കോട്ടേക്ക് എത്തിയത്. 3.5 പതിറ്റാണ്ട് മുമ്പ് പിരിഞ്ഞ പ്രിയ ഗുരുവിനെ കാണാനെത്തിയ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ള പഴയ ശിഷ്യരാകട്ടെ മിക്കവരും അധ്യാപകരാണെന്നറിഞ്ഞതോടെ അദ്ദേഹത്തിന് ഏറെ സന്തോഷമായി. ഓണസമ്മാനമായി വന്ന പഴയ അധ്യാപക വിദ്യാർത്ഥികളെ കണ്ട് പ്രിയ ഗുരുവും പഴയകാല ക്ലാസ് ഓർമ്മകളിലേക്ക് വഴി തുറന്നു. ക്ലാസ് അനുഭവങ്ങൾ പങ്കുവച്ചും നിലവിലെ ജീവിത സാഹചര്യങ്ങൾ ചർച്ച ചെയ്തും അവർ ഏറെ നേരം അവിടെ ചിലവഴിച്ചു. അത് നമ്മളെ കർമ്മത്തിൽ നല്ലതോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി അത് നമ്മളറിയാതെ നമ്മളെ തിരികെ അത് 100%. നമ്മളൊന്നും ചെയ്യേണ്ട കാര്യം നിങ്ങൾ പോയാണ് ഒരിക്കലും അറിയില്ല. ഈ അടുത്ത കാലത്ത് അവിടെ 100 അമ്മച്ചിപ്പെട്ടൊക്കെ അമ്മയ്ക്ക് 90 മുകളിൽ വയസ്സായി. അവിടെ ഞങ്ങൾ പോയപ്പോൾ അവിടുത്തെ ഒരു 100ാം വാർഷികത്തിൻ്റെ ഒരു കാലമായി ഒരാൾ പറയാം, എത്തിച്ച് വാങ്ങിച്ച എൻ്റെ പുസ്തകം കൊണ്ടാണ് ഞാൻ ഒരു ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളത്. കാരണം അപ്പച്ചൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് കോഴിക്കോട് ബുക്ക് മേടിപ്പിക്കുകയായിരിക്കും. ഞങ്ങൾ അപ്പച്ചൻ തന്നെ എനിക്ക് അറിയുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് കൊണ്ടുവന്ന ബുക്ക് അമ്മച്ചൻ നിങ്ങളറിയാതെ എനിക്ക് തരുമായിരുന്നു. നോട്ട് ബുക്സ് ഒക്കെ highly unexpected. So I have been teaching TTC students for 25 years. I have taught them for 25 years. And it's the only batch who came this year. And also all the way from Thrissur. Remember that, as I said earlier, I will consider this as a Nobel Prize for teaching. അന്നത്തെ വിദ്യാർത്ഥി ഡോക്ടർ ശ്രീകല ഇന്ന് അതേ ഡയറ്റിലെ ലെക്ചറാണെന്നത് ഇരട്ടി മധുരമായി. പഠിപ്പിച്ച എല്ലാ കുട്ടികൾക്കും സർക്കാർ ജോലി ഉണ്ടെന്നതും പലരും വിരമിച്ചെന്നും 5-6 വർഷത്തിനിടെ മിക്കവരും വിരമിക്കാറായെന്നതും അറിഞ്ഞതോടെ അദ്ദേഹത്തിന് ആശ്ചര്യമായി. തൃശ്ശൂർ, എറണാകുളം, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലെ വിവിധ സ്കൂളുകളിലെ അധ്യാപകരും പ്രധാന അധ്യാപകരുമാണ് ഇവരിൽ അധിക പേരും. കോഴിക്കോട് നിന്നുള്ള OT ശ്രീനിവാസൻ വയനാട് കൽപ്പറ്റയിലെ KSCBയിൽ സീനിയർ സൂപ്രണ്ടാണ്. തൃശ്ശൂരിൽ നിന്നുള്ള PK ജയശ്രീയും കാന്തിയും GST വിഭാഗത്തിൽ ഉദ്യോഗസ്ഥരാണ്. പ്രിയ അധ്യാപകനെ കണ്ട സന്തോഷത്തിലാണ് എല്ലാവരും. ലത്തീഫ് കൊടിഞ്ഞി, സന്തോഷ് വില്യാപ്പള്ളി, പ്രീത മേനോൻ, KT അജിത, സോജ C വിജയൻ, KC അനീറ്റ, അജി G നായർ, PT ഷൈനി, P സുനിത ജോൺ, PK മാലിനി, ഡിൽമ ഡേവിസ്, മിനിമോൾ, KS സജിത, സിന്ധു റാഫേൽ, JC മണി തുടങ്ങിയവരാണ് പുനഃസംഗമത്തിന് നേതൃത്വം നൽകിയത്. കോഴിക്കോട് വെള്ളിമാടുകുന്നിലെ CH ഹൗസിംഗ് കോളനിയിലെ മുരിയൻകുന്ന് വീട്ടിലാണ് ഇവർ സംഗമിച്ചത്. ന്യൂസ് ഡെസ്ക് തിരൂരങ്ങാടി ടുഡേ. And horn is palm is hands and days. E-I-E-I-O. We be there.
quack quack there. Here a quack, there a quack, everywhere a quack quack. Old MacDonald had a farm. E-I-E-I-O. അങ്ങ് ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ? അതും സൗജന്യമായി. വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലെ? 2025 ജൂലൈ 1 മുതൽ 2026 ഓഗസ്റ്റ് 30 വരെ തൂബ ജ്വല്ലറിയിൽ നിന്നും സ്വാ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന 30 പേർക്കാണ് ഈ സുവർണാവസരം. ഈ വർഷകാലയളവിനെ 3 ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും. ഓരോ നറുക്കെടുപ്പിലെ വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മാട് തൂബ ജ്വല്ലറി സന്ദർശിക്കും.